ഞങ്ങൾ ബി എം എസിൻ്റെ പ്രക്ഷോഭ പരിപാടി ഈ വരുന്ന 17-ാം തീയതി നടക്കുന്നുണ്ട്. ബി എം എസ് അഖിലേന്ത്യാ വ്യാപകമായി നടത്തുന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ലേബർ കോഡിലെ ചില നിയമങ്ങൾ തൊഴിലാളി വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് അത് അടിയന്തരമായി അന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, അതുപോലെ തന്നെ ESI PF വിഷയങ്ങളിൽ PF-ൻ്റെ പെൻഷൻ 7,500 രൂപയാക്കുക, അതുപോലെ തന്നെ PF-ൻ്റെ സ്ലാബ് 15,000 എന്നുള്ളത് അത് 30,000 രൂപയാക്കുക, അതുപോലെ ESIയുടെ പരിധി 21,000 ആയിരുന്നു, അത് 42,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BMS അഖിലേന്ത്യാ വ്യാപകമായിട്ട് ഈ പ്രക്ഷോഭം തുടങ്ങുന്നത്. എന്തായാലും BMS ഈ ലേബർ കോഡ് വന്ന അന്ന് മുതൽ, അതിലെ കരട് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഈ വിഷയത്തിന്റെ തിരുത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ അത് ഈ സമയം വരെ അത് മാറ്റം വരുത്തിയിട്ടില്ല. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും അത് ചട്ടം നിലവിൽ വന്നു, കേരളത്തിൽ ചട്ടം നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പല സംസ്ഥാനങ്ങളും ചട്ടം വന്നതുകൊണ്ട് അടിസ്ഥാനത്തിൽ അതിന്റെ ദോഷഫലങ്ങൾ പല സംസ്ഥാനങ്ങളും കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് എതിർക്കാതിരിക്കാൻ BMS പോലുള്ള സംഘടനക്ക് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് BMS അഖിലേന്ത്യാ വ്യാപകമായിട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയങ്ങളിൽ തിരുത്തൽ വരുത്തുവാൻ വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രം എന്നുള്ള നിലയ്ക്ക് ഈ പ്രക്ഷോഭം നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ 17-ാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിലാണ് പരിപാടി നടത്തുന്നത്. ഞങ്ങളേതായാലും ചില സ്ഥലങ്ങളിലൊക്കെ ചില പരിമിതികളുള്ളത് കൊണ്ട് അത് കളക്ടറേറ്റിന് മുമ്പിലേക്ക് മാറ്റി, അത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ചില വിഷയങ്ങളും അതിൽ നിലവിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കളക്ടറേറ്റിന് മുമ്പിൽ ആ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഉണ്ടായില്ല. ഒന്ന്, ഈ ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ കുടിശ്ശിക, അതിൽ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പല ക്ഷേമ പദ്ധതികളും കൊടുക്കാൻ സർക്കാർ ബാക്കി നിൽക്കുകയാണ്. 12 മാസം, 13 മാസം, 14 മാസം, അതിൽ കൂടുതലും ഒക്കെ ഉണ്ട്, ചിലപ്പോൾ കുറവുണ്ട് ചിലതിൽ. അപ്പോൾ അത് അടിയന്തരമായി കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ സർക്കാർ മേഖലകളിൽ അപ്പോയിൻമെന്റ് നടപടി പല സ്ഥലങ്ങളിലും കൃത്യമായി നടക്കുന്നില്ല. അപ്പോൾ അത് കൃത്യമായി നടത്തി അത് കൃത്യത വരുത്തുവാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ മുകളിലും നമ്മൾ ഡിമാൻഡ് ഉന്നയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 17-ാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനവും ധർണയും മാർച്ചും ധർണയൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അറിയിപ്പ് പത്രങ്ങളിലേക്ക് നൽകുന്നതിന് വേണ്ടിയാണ് പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. എല്ലാ തൊഴിലാളി സംഘടനകളും സംയുക്തമായിട്ട് ആവശ്യപ്പെടുന്ന രാജ്യത്തെ വിഷയം അല്ല, അവരായിട്ട് നിങ്ങൾ സഹകരിക്കാതെ നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗങ്ങളോട് മാത്രം എതിർക്കാതെ പ്രത്യേക സമ്മേളനം നടത്തില്ല ചെയ്യുന്നത്. അല്ലല്ല, ജയിൽ നടക്കിയ സമരത്തോട് അത് ഞങ്ങൾ വിളിച്ചിട്ടില്ല, ഞങ്ങളെ വിളിച്ചിട്ടില്ല. അല്ല, വിളിക്കാൻ അവര് പറഞ്ഞു അതിന് വേണ്ട എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് മര്യാദ. അത് BMS ഏകദേശം ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെ 8 വർഷങ്ങൾ അല്ല പറയട്ടെ 8 വർഷങ്ങൾക്ക് മുമ്പ് BMS സംസ്ഥാന ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പേ BMS അടക്കമുള്ള സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് സമരം നടത്തിയിരുന്നത് പല വിഷയങ്ങളിലും, ലേബർ വിഷയങ്ങൾ പ്രത്യേകിച്ച്. അതിനുശേഷം അവർ രാഷ്ട്രീയപരമായ നിലപാടുകൾ ചില ട്രേഡ് യൂണിയൻ സംഘടനകൾ സ്വീകരിച്ചതുകൊണ്ടാണ് BMS അതിന്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചു. പിന്നെ അവസാനം അവർ പക്കയായിട്ട് രാഷ്ട്രീയ പരിപാടിയുമായി മുന്നോട്ട് പോയി. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വന്ന സമയത്ത് പോലും ആ ചർച്ചയ്ക്ക് പോലും സമയം കൊടുക്കാതെ പ്രക്ഷോഭം നടത്തിയപ്പോൾ BMS പറഞ്ഞു ഈ മുന്നണിയുമായി സഹകരിക്കാൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ BMS അടക്കമുള്ള ഒരു മുന്നണി സംവിധാനത്തിലായിരുന്നു ഈ സമരം മുന്നോട്ട് പോയിരുന്നത്. ആ വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടൊരു തീരുമാനം അവരെടുത്തപ്പോൾ അതിനെ കേന്ദ്ര സർക്കാർ അന്ന് ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് 3 മാസം സമയം അവരാവശ്യപ്പെട്ടു. ആ 3 മാസം സമയം കൊടുക്കാൻ മറ്റ് ട്രേഡ് യൂണിയൻ സംഘടനകൾ തയ്യാറാകാത്തത് കൊണ്ട് BMS അന്ന് പോരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം BMS-മായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കോ സംവിധാനത്തിനോ അവർ ഈ ട്രേഡ് യൂണിയൻ ഒരു കോർഡിനേഷൻ സംവിധാനത്തിൽ മുതിർന്നിട്ടില്ല, ഇന്നും മുതിർന്നിട്ടില്ല. നമ്മൾ പലപ്പോഴും അവരെ ആശയപരമായി, ഞങ്ങളുടെ കഴിഞ്ഞ ട്രേഡ് യൂണിയൻ സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത്, പാലക്കാട് നടക്കുന്ന സമയത്ത് CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പങ്കെടുത്തിരുന്നു. അപ്പോൾ അവർ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് ചർച്ച നടത്തിക്കൊണ്ട് മുന്നോട്ട് ഒരുമിച്ച് പോകണം എന്നുള്ള തീരുമാനം അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ അവരുടെ കോർഡിനേഷൻ സംവിധാനം നമ്മളുമായിട്ട് ഓപ്പൺ ചർച്ച നടത്താനോ തീരുമാനം എടുക്കാനോ തയ്യാറാകാത്തതുകൊണ്ടാണ് ഇപ്പോൾ BMS-ന്റേതായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ സർക്കാരിനെ മുമ്പിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യാൻ തീരുമാനിച്ചത്.
അത് നിങ്ങളുടെ സർക്കാരിന് നേരെ കേന്ദ്ര സർക്കാരിന് ഈ ലേബറിന്റെ വിഷയം മാത്രം ഉന്നയിച്ച് സംസാരിക്കൂ. വേറെ കേന്ദ്ര സർക്കാർ നിർവാഹ നടപടികളെ ജനദ്രോഹ നടപടി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. തൊഴിലാളി വിഷയങ്ങളൊക്കെ ബോധ്യപ്പെട്ടാണ്. ആ തൊഴിലാളി വിഷയങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലേബർ കോഡിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ESIയുടെ വിഷയത്തിലും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ സർക്കാരിനെ ബോധിപ്പിക്കാൻ തീരുമാനിച്ചത്. ജനകീയ വിഷയങ്ങളിൽ ഇന്ന് കേന്ദ്ര സർക്കാർ ചെയ്ത കുറെ നല്ല കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. കുറെ നല്ല കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട്. തൊഴിലാളി വിഷയങ്ങളിൽ ചില നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ അതിന്റെ ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിൽ നമുക്ക് BMSനെ എതിർപ്പുണ്ട്. BMS ഒരു ട്രേഡ് യൂണിയൻ സംഘടന എന്നുള്ള നിലയ്ക്ക് അതിന്റെ നിലപാടുകൾ പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് BMS ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ വീക്ഷണങ്ങളാണ്. അല്ല, അത് ഞങ്ങൾക്ക് സംബന്ധിച്ച് അങ്ങനെ ഒരു വീക്ഷണം ഇല്ല പൂർണ്ണമായിട്ട്. അല്ല, ഞങ്ങൾ തൊഴിലാളികളുടെ ആ ബില്ലിൽ വരുന്ന വിഷയങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ ബില്ല് ഞങ്ങളെ തൊഴിലാളികളെ സംബന്ധിച്ച്, തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ച് ദോഷകരമായി വരുന്നു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് അഖിലേന്ത്യാ വ്യാപക സമരം ചെയ്യുന്നത്. ഞങ്ങൾ പിന്തുണ ആശയപരമായിട്ട് വന്ന് മോദി സർക്കാർ ഞങ്ങൾ പിന്തുണയ്ക്കണമെന്നില്ല. ഞങ്ങൾ MLA ഇല്ല, MP ഇല്ല, ആരും ഇല്ല. ഞങ്ങൾക്ക് BMSന്റെ ഒരു നേതാവും MP MLA ആയിട്ട് പിന്തുണ കൊടുക്കണില്ല. ആർക്ക്? നരേന്ദ്രമോദി സർക്കാരിനെ. ഞങ്ങൾക്ക് ഒരു പാർലമെന്റ് സംവിധാനത്തിലുള്ള ഒരാളും BMSന്റെ ഉത്തരവാദിത്തത്തിലില്ല. ഞങ്ങളെങ്ങനെ പിന്തുണ കൊടുക്കണം? ഞങ്ങൾ ആദ്യം സമരം ചെയ്ത് ഞങ്ങളാണ്. നിങ്ങൾ ഒരു പട്ടിണി സമരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പത്രത്തിൽ ചില ഓരോ പത്രങ്ങളിലൊക്കെ കണ്ടിരുന്നു, ഞാൻ ഫോട്ടോ കണ്ടിരുന്നു. ഞങ്ങൾ ചെയ്തിരുന്നു ഫസ്റ്റ് തൊഴിലാളി സംഘടന എന്നുള്ള നിലയ്ക്ക് BMS ആണ് കേരളത്തിൽ ആകമാനം ഈ തൊഴിൽ നഷ്ടപ്പെടുന്നത്. ഈ പുതിയ സംവിധാനം വന്നപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളിക്ക് നഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പട്ടിണി സമരം നടത്തിയത് BMS ആണ് കേരളത്തിൽ ആദ്യം, എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും. തൃശ്ശൂർ ജില്ലയിൽ നടത്തിയതിന്റെ ഫോട്ടോ പല പത്രങ്ങളിലും അതിന്റെ ഫോട്ടോ സഹിതം ന്യൂസും വന്നിട്ടുണ്ട്. ഞാൻ ഇത് ജില്ലാ പ്രസിഡന്റ് വിനോദ്, KV വിനോദ്. ഞാൻ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കടം. ഇത് AC കൃഷ്ണൻ, BMSന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ. അത് MK ഉണ്ണികൃഷ്ണൻ, BMSന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഉള്ള തൊഴിലാളി സംഘടന എന്ന രീതിയിൽ അതിന്റെ ഉത്തരവാദിത്തം BMS ഇറങ്ങിയേക്കണേ. തൊഴിലാളികളുടെ കാര്യങ്ങൾ മാത്രമേ ഞങ്ങള് സോട്ടിലൂടെ ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മുടെ സംഘടനാ സംവിധാനം അങ്ങനത്തെയാണ്. എല്ലാവരും സഹായിക്കുക. അപ്പോ 17-ാം തീയതി സമരത്തിന് പൂർണ്ണ പിന്തുണയും വലിയ പ്രചരണവും കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുക. അതിലൂടെ കേന്ദ്ര സർക്കാർ തിരുത്താൻ പറ്റി തിരുത്തട്ടെ. നമ്മുടെ സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത്, C. ബാലചന്ദ്രൻ. എഴുതിയിട്ടുണ്ട്. ഓക്കെ.